إن الحمد لله وصلي وسلم على نبينا مصطفى محمد صلى الله عليه وسلم وعلى آله وصحبه أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم സൂറ അൽ-ബഖറ 256 ആയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിക്കുന്നു. ദീനിൽ ബലാത്കാരമില്ല, നിർബന്ധിച്ചാരെയും മുസ്ലിമാക്കേണ്ടതില്ല. ഇത് ഈ ആയത്തിറങ്ങാനുള്ള സബബ് നുസൂൽ പറയുന്നത് അന്നത്തെ മദീനത്തുള്ള വിശ്വാസികളുടെ പല ആൾക്കാരുടെ വിശ്വാസികളായ പലരുടെയും മക്കൾ യഹൂദരിലും ക്രൈസ്തവരിലുമായിരുന്നു. അങ്ങനെ അവർ നിർബന്ധിച്ച് അവരെ മുസ്ലിമാക്കാൻ പരിശ്രമിച്ചു. അതിനെക്കുറിച്ച് ആ സമയത്താണ് ഈ ആയത്തിറങ്ങിയത് എന്ന് മുഫസ്സിരീങ്ങൾക്ക് അഭിപ്രായമുണ്ട്. എന്തോ ആകട്ടെ, ഇത് എല്ലാ മുസ്ലിമീങ്ങൾക്കും ബാധകമാണ്. ലാ ഇക്റാഹ ഫിദ്ദീൻ, ദീനിൽ ബലാത്കാരമില്ല, നിർബന്ധിച്ചാരെയും മുസ്ലിമാക്കൽ ദീനിലില്ല. എന്താണ് അതിന് കാരണമെന്ന് പറയുന്നു. കത്തബയ്യന, വ്യക്തമായിട്ടുണ്ട്, കൃത്യമായിട്ടുണ്ട്. അർറുസ്ദു, സന്മാർഗം, മിനൽ ഖയ്യ്, ദുർമാർഗത്തിൽ നിന്നും ദുർമാർഗത്തിൽ നിന്നും സന്മാർഗം വ്യക്തമായി കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ആരെയും നിർബന്ധിച്ച് മുസ്ലിമാക്കേണ്ട ആവശ്യമില്ല എന്നാണ് അള്ളാഹുവിന്റെ പ്രഖ്യാപനം. ഇതാണ് ദീനിന്റെ അടിസ്ഥാന നിയമം. ആരെങ്കിലും അവിശ്വസിക്കുന്നുവെങ്കിൽ ബിത്താഗൂത്ത്, ദുർമൂർത്തികളിൽ അവിശ്വസിക്കുന്ന ഒരുവൻ. എന്താണ് ദുർമൂർത്തികൾ? താഗൂത്ത് എന്ന് പറഞ്ഞാൽ അല്ലാഹുവല്ലാതെ ആരാധിക്കപ്പെടുന്ന മുഴുവൻ സൃഷ്ടികളും താഗൂത്തിന്റെ പരിധിയിൽ വരും. അത്തരം താഗൂത്തുകളെ വെടിയണമെന്നാണ്, അതിനെ കൊണ്ട് വിശ്വസിക്കണമെന്നാണ് അള്ളാഹുവിന്റെ കൽപ്പന. വയുമിൻ ബില്ലാഹ്, അള്ളാഹുവിനെ കൊണ്ട് വിശ്വസിക്കുന്നവനും താഗൂത്തിൽ അവിശ്വസിക്കുന്നവനും അള്ളാഹുവിനെ കൊണ്ട് വിശ്വസിക്കുന്നവനും ഫഖദിസ്തംസക, അവന്റെ അവസ്ഥ എന്താണ്? ഫഖദിസ്തംസക, അവൻ മുറുകെ പിടിച്ചിരിക്കുന്നു. ബിൽ ഉർവ, പിടിക്കാരിൽ മുറുകെ പിടിച്ചിരിക്കുന്നു. അൽ വുഖ, ഉറപ്പായ രൂപത്തിൽ, ഉറപ്പായ ഒരു പിടിയാണ് അവൻ പിടിച്ചിരിക്കുന്നത്. ലം ഫിസാമലഹ, അതൊരിക്കലും പൊട്ടിപ്പോകുകയില്ല, ഒരിക്കലും പൊട്ടാത്ത നല്ലൊരു ഉറപ്പുള്ള ഒരു കരലാണ് അവൻ പിടിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ നിയമസംഹിതയാണ് ആ പറയുന്നത്. ഖുർആനും ഹദീസുമാകുന്ന ആ നിയമസംഹിതയെ കുറിച്ചാണ് അള്ളാഹു അതിനൊരു ഉപമാലങ്കാരത്തിൽ കൂടി കരനോട് ഉപമിച്ചിരിക്കുന്നത്. അള്ളാഹു സമീഉൻ അലീം, അള്ളാഹ് എല്ലാം കേൾക്കുന്നവനും സകലതും അറിയുന്നവനുമാകുന്നു. അങ്ങനെ അള്ളാഹുവിന്റെ സന്മാർഗത്തിൽ നർമാർഗത്തിൽ ചരിക്കുന്നവൻ, അള്ളാഹുവിന്റെ ഒരു പിടിക്കയർ, അതിന് ഉറപ്പുള്ള ഒരു കയർ, ഒരിക്കലും പൊട്ടിപ്പോകാത്ത കയർ മുറുകെ പിടിച്ചവനെ പോലെയാണെന്നുള്ളൊരു ഉദാഹരണമാണ് നമുക്ക് വിശദീകരിച്ചു തരുന്നത്. എത്രയുമാണ് ഇതുമായി ബന്ധപ്പെട്ട് വിശദീകരിക്കാനുള്ളത്. സത്യമായി മനസ്സിലാക്കുന്ന സജ്ജനങ്ങൾ നമ്മെ അല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.